ഹൈക്കോടതി ജഡ്ജി ദേവൻ രാമചന്ദ്രൻ സഞ്ചരിച്ച കാർ കുഴിയിൽ വീണ് അപകടം. തൃശൂർ കുന്നംകുളം റോഡിൽ മുണ്ടൂരാണ് അപകടമുണ്ടായത്. കാറിന്റെ ടയർ പൊട്ടി പേരാമംഗലം പോലീസ് എത്തിയാണ് വാഹനം നേരെയാക്കിയ ശേഷം യാത്ര തുടർന്നത്. എസ് ലിഷോയി ചേരും വിവരങ്ങൾ. ലിഷോയി, റോഡിന്റെയൊക്കെ സ്ഥിതിയൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയമാണ്. എവിടെ വെച്ചാണ് ഈ അപകടമുണ്ടായത്? പ്രധാനപ്പെട്ട പാതയായിരുന്നോ? തീർച്ചയായും തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാതയിലാണ് അപകടമുണ്ടായത്. നമ്മൾ തന്നെ പലതവണ ഈ തൃശ്ശൂർ കുന്നംകുളം റോഡിന്റെ ശോചനീയാവസ്ഥയെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ആഴ്ച പോലും അത് സംബന്ധിച്ച റിപ്പോർട്ട് നമ്മൾ നൽകിയിരുന്നു. വളരെ വർഷങ്ങളായി സമാനമായ രീതിയിൽ തന്നെയാണ് ഈ റോഡ്. മുഖ്യമന്ത്രി നേരത്തെ ഈ റോഡിലൂടെ പോകാതിരിക്കാനാണ് കുന്നംകുളത്ത് നിന്നും വഴിമാറി 20 കിലോമീറ്റർ ചുറ്റി തൃശ്ശൂരേക്ക് വന്ന ഒരു സംഭവം ഉണ്ടായതും ഇതേ റോഡിലെ കുഴി ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഹൈക്കോടതി ജഡ്ജി ദേവൻ രാമചന്ദ്രൻ അദ്ദേഹം തൃശ്ശൂരിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കോഴിക്കോട് ഭാഗത്തു നിന്നും വരികയായിരുന്നു. ഈ സമയത്താണ് മുണ്ടൂർ വെച്ച് ഈ അപകടം ഉണ്ടായത്. ഈ ടയർ പൊട്ടിയതിനെ തുടർന്ന് ഏകദേശം അരമണിക്കൂറോളം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ റോഡിൽ, അതായത് ഈ കാറിൽ തന്നെ ഇരിക്കേണ്ടി വന്നു. തൊട്ടടുത്തുള്ള പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് ദേവൻ രാമചന്ദ്രൻ ഈ കൊച്ചിയിലെ റോഡിനെ കുറിച്ചൊക്കെ അവിടെ അനുഭവിച്ച ദുരിതങ്ങളുമായി ബന്ധപ്പെട്ട് പിന്നീട് ശ്രദ്ധ ക്ഷണിക്കുകയും നിർദ്ദേശം നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ജഡ്ജി ആയതുകൊണ്ടുകൂടി അതുവഴി പോകുമ്പോൾ നേരിട്ട് അനുഭവിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും കാര്യത്തിലൊക്കെ ഒരു നോട്ടമുണ്ടായേക്കാമല്ലേ? അക്കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ എന്തായാലും തൃശ്ശൂർ കുന്നംകുളം റോഡിലൂടെ ഇനിയിപ്പോൾ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ഈ നിരവധി കുഴികളുമുണ്ട്, ഇപ്പോഴും ഉണ്ട്. അറ്റകുറ്റപ്പണി ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നുണ്ട് എങ്കിൽ പോലും അതൊക്കെ വെറും ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന തരത്തിലാണ്. ഇന്നിപ്പോൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ തന്നെ അദ്ദേഹം ഈ റോഡിലൂടെ സഞ്ചരിച്ചപ്പോൾ നിരവധി കുഴികളിൽ ചാടിയതിനു ശേഷമാണ് ഈ ടയർ പൊട്ടിയതെന്നാണ് പറയുന്നത്. എന്തായാലും ഈ റോഡ് അതീവ ശോചനീയാവസ്ഥയിൽ തന്നെയാണ്. പിന്നീട് തൃശ്ശൂരിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹം മടങ്ങുകയാണ് ഉണ്ടായത്. പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് ടയർ മാറ്റി അദ്ദേഹത്തിന് യാത്ര തുടരാൻ കഴിഞ്ഞത്. ശരി, എസ് ലിഷോയാണ് പറയുന്നത്. ലിഷോയി പലപ്പോഴായി മാതൃഭൂമി ന്യൂസിലൂടെ ഈ റോഡിന്റെ ശോച്യാവസ്ഥ സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയതാണ്. ആ കുഴിയിലാണ് ഇപ്പോൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ വണ്ടിയും അകപ്പെട്ടത്.